ഡോക്യുമെൻറ്റേഷൻ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫീൽഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തതയുണ്ടാവുള്ളൂ. നമസ്കാരം ഫ്രണ്ട്സ്, മലയാളി സേഫ്റ്റി ഗുരു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഹെൽത്ത്, സേഫ്റ്റി, എൻവയൺമെൻറ്റ് എന്നീ ഫീൽഡിലുള്ള പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും. ഫ്രണ്ട്സ്, മുന്നത്തെ വീഡിയോകളിൽ നമ്മൾ ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് വീണ്ടും വന്നിരുന്നൊരു കമൻ്റ് എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാമോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമൻ്റ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇതിന് മുന്നേ നമ്മൾ ഡോക്യുമെൻറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പല വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്കിൽ ഒരിക്കൽ കൂടി നമ്മൾ ഇതിനെപ്പറ്റി പറയുകയാണ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഡോക്യുമെൻറ്റേഷൻ ആയിട്ടുള്ള പല കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ഇന്ന് മിക്ക സേഫ്റ്റിക്കാർക്കും അതേപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്കായാലും ഈ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റേഷൻ എന്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി വലിയ രീതിയിലുള്ള അറിവില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നത്തെ വീഡിയോകളിലും ഡോക്യുമെൻറ്റേഷൻ എല്ലാം സേഫ്റ്റിക്കാരും അറിഞ്ഞിരിക്കണം, അതിലൊരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഒരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊഫഷണലിൽ ഫീൽഡ് വർക്കിന് പോലെ തന്നെ ഡോക്യുമെൻറ്റേഷനും നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുമാത്രമല്ല, സേഫ്റ്റിക്കാർക്ക് ഡോക്യുമെൻറ്റേഷൻ സ്കിൽസ് ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ അവർ ഫ്രഷർ ആയിക്കോട്ടെ, എക്സ്പീരിയൻസ്ഡ് ആയിക്കോട്ടെ, മിക്ക കമ്പനീസിനും അവരെ റിക്രൂട്ട് ചെയ്യാനുമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. സോ അതുകൊണ്ട് തന്നെ ഡോക്യുമെൻറ്റേഷൻസ് അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്യുമെൻറ്റേഷൻസ് നമ്മൾ ഫീൽഡിലായിരിക്കുമ്പോഴും വർക്ക് പ്ലേസിലായിരിക്കുമ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് ഒരുപാടുണ്ട്. കാരണം ഡോക്യുമെൻറ്റേഷൻ വഴിയാണ് നമ്മളുടെ ഈ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഫീൽഡിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്തു പോകുന്നത്. സോ യെസ്, ഡോക്യുമെൻറ്റേഷൻ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്യുമെൻറ്റേഷൻ റിലേറ്റഡ് ആയിട്ട് പല കോഴ്സുകളും പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതിൽ ഒരുപാട് നല്ല കോഴ്സുകൾ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും നമുക്കറിയാവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനാണെന്നുള്ളത് നമുക്ക് റെക്കമെൻഡ് ചെയ്ത് തരാവുന്നതാണ്. ഇനി ഈ ഡോക്യുമെൻറ്റേഷൻ സ്കിൽസ് അല്ലെങ്കിൽ ഈ ഡോക്യുമെൻറ്റേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണം, അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് പലരും ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആവശ്യമുണ്ട്. മുന്നേ നമ്മളിത് പറയുകയും ചെയ്തു, ഈ വീഡിയോയിൽ നമ്മളതിനെപ്പറ്റി സൂചിപ്പിക്കുകയും ചെയ്തു. ഡോക്യുമെൻറ്റേഷൻ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫീൽഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തതയുണ്ടാവുള്ളൂ. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഡ്യൂട്ടീസ് തന്നെ എന്തൊക്കെയാണ് ഒരു ദിവസം ചെയ്യേണ്ടത് എന്നുള്ളത് മെയിനായിട്ടൊരു ഡോക്യുമെൻ്റ് നമ്മളിതിനു വേണ്ടി ഉണ്ടാക്കി വയ്ക്കും. അതേപോലെ തന്നെ ഒരു സൈറ്റിൽ എന്തൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ആക്ടിവിറ്റീസാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ഡോക്യുമെൻറ്റേഷൻസ് ഉണ്ടാക്കി വയ്ക്കും. അതിലൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ HSE പ്ലാൻ എന്ന് പറയുന്നൊരു മെയിനായിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് നമ്മൾ ഉണ്ടാക്കി വയ്ക്കും. ഈ HSE പ്ലാനിൽ നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ആ സൈറ്റിൽ അല്ലെങ്കിൽ ആ വർക്ക് പ്ലേസിൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് അതിൽ മെൻഷൻ ചെയ്യും. ഈ ഇത്തരം ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കുന്നതും നമ്മളെപ്പോലത്തുള്ള HSEക്കാരാണ്. അതുമാത്രമല്ല, ഈ ഒരു HSE പ്ലാൻ പ്രകാരമോ അല്ലെങ്കിൽ നമ്മൾ സൈറ്റിൽ വർക്ക് ചെയ്യുമ്പോഴോ നമുക്ക് പലതരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് ഇത് കൂടാതെ മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇൻസ്പെക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ചില ഡോക്യുമെൻറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ പല ഡോക്യുമെൻറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. എങ്ങനെയാണ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടത്, അതിൻ്റെ ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതേപോലെ തന്നെ നമുക്ക് ഓഡിറ്റ് ചെയ്യുമ്പോൾ ആ ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്, കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്, ഓഡിറ്റ് ലോഗ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്. അതേപോലെ തന്നെ നമ്മൾ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്ത് കഴിയുമ്പോൾ മീറ്റിംഗ്സിൻ്റെ ലോഗ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്, അതിൻ്റെ മിനിറ്റ്സ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്, സർക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്,
ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പെർഫോമൻസ് റിവ്യൂ നടത്തുമ്പോൾ ഇതിൻ്റെ റിവ്യൂ നടത്തുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ലോഗ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതേപോലെ എങ്ങനെയാണ് ഇതിൻ്റെ മെഷേഴ്സ് ഉണ്ടാക്കുന്നതും, എങ്ങനെയാണ് ഈ പെർഫോമൻസ് റിവ്യൂ ചെയ്തതിൻ്റെ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും, ഇത്തരം തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയിൽ ചെയ്യേണ്ടി വരുന്നു. ഡോക്യുമെൻറ്റേഷൻ ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഒരു HSEക്കാർക്ക് ഇപ്പോൾ കമ്പനീസിന് വേണ്ട. ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അതേ ആൾക്കാർ തന്നെയാണ് ഇവർക്ക് ഡോക്യുമെൻറ്റേഷൻ ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഡോക്യുമെൻറ്റേഷൻ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെപ്പറ്റി കൂടുതൽ താല്പര്യം ഉണ്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഈ ഇൻഫർമേഷനിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള സംശയങ്ങൾ തീർന്നു കാണും എന്ന് വിശ്വസിക്കുന്നുണ്ട്. സംശയമുണ്ടെങ്കിൽ വീണ്ടും ചോദിക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തി എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അലേർട്ട് ആകുന്ന രീതിയിൽ സെലക്ട് ചെയ്യുക. താങ്ക് യു.